നമ്മുടെ ഈ ഇടവകയിൽ ഒത്തിരിയേറെ സംഘടനകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് KCYM. ഏതൊരു സമൂഹത്തിൻ്റെയും ശക്തി യുവജനങ്ങളാണെന്നൊരിക്കെ ഒരു ഇടവകയുടെ ശക്തി എന്ന് പറയുന്നതും ജീവൻ എന്ന് പറയുന്നതും ഈ KCYMലെ പ്രവർത്തിക്കുന്ന യുവജനങ്ങൾ തന്നെയാണ്. എല്ലാ ഞായറാഴ്ചയും ആദ്യത്തെ കുർബാനയ്ക്ക് ശേഷം പ്രാർത്ഥനാ കൂട്ടായ്മകൾ യുവജനങ്ങൾ നടത്താറുണ്ട്. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിന്നും സ്വീകരിക്കുന്ന ശക്തിയിൽ നിന്നാണ് അവർ ഈ ലോകത്തിലെ ജനങ്ങളുടെ ഇടയിലേക്ക് നമ്മൾ വീണ്ടും മാർപ്പാപ്പയുടെ വാക്കുകൾ പറഞ്ഞാൽ നിങ്ങൾ ലോകത്തിൻ്റെ വിളിമ്പുകളിലേക്ക് ചെല്ലുവിൻ എന്ന് പറഞ്ഞ ആഹ്വാനം ഉള്ളിൽ പേറിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ മേഖലയിലേക്ക് കടന്നു ചെല്ലുന്നത്. അവിടെ രോഗികളായിട്ടുള്ളവരെ സന്ദർശിക്കുക, ആരുമില്ലാത്തവർക്ക് പോയി സേവനമനുഷ്ഠിക്കുക, അവർക്ക് ആവശ്യമായത് എത്തിച്ചു കൊടുക്കുക, അതിനൊക്കെ നമ്മുടെ യുവജനങ്ങൾ തൽപരരാണ്. അതോടൊപ്പം തന്നെ അവരുടെ തന്നെ ആധ്യാത്മിക കാര്യങ്ങൾ വളർത്തുന്നതോടൊപ്പം ഭൗതികമായിട്ട് സഭയെപ്പറ്റിയുള്ള അറിവുകൾ സ്വന്തമാക്കാൻ ഉതകുന്ന ക്ലാസ്സുകളിൽ അവരുടെ പ്രവർത്തനം സജീവമാണ്. ഇത്തരത്തിൽ സമഗ്രമായ ഒരു വളർച്ച കലാപരമായിട്ട് കായികപരമായിട്ട് നമ്മളിവിടെ എല്ലാ ദിവസവും യുവജനങ്ങൾ ഒരുമിച്ച് കൂടുകയും ഏതെങ്കിലും തരത്തിലുള്ള കളികളിൽ ഏർപ്പെടുകയും അതുവഴിയായിട്ടൊരു കൂട്ടായ്മയെ രൂപപ്പെടുത്തുകയും ആ കൂട്ടായ്മ കൂടുതൽ ക്രിസ്തുവിൻ്റെ ചൈതന്യത്തോട് ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളാക്കി മാറ്റാൻ അങ്ങനെ പരിശ്രമിക്കുന്ന ഒരു സമൂഹമാണ്. നമ്മുടെ ഈ കൂട്ടായ്മകളിൽ നിന്ന് നമ്മൾ ഇവരെ വളർത്തിക്കൊണ്ട് വരുന്ന വഴിയെന്ന് പറയുന്നത് ചെറുപ്പം മുതലേ ഓരോ കുട്ടികളെയും ഈശോയിലേക്ക് അടുപ്പിക്കുന്നത് വഴിയായിട്ടാണ്. നമ്മൾക്ക് അറിയാം, ഈ മിഷൻ ലീഗ് എന്ന് പറയുന്ന സംഘടന അതിൻ്റെ പ്രവർത്തനങ്ങളും നമ്മുടെ ഈ ഇടവകയിൽ സജീവമാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം മുതലേ അവർക്ക് കിട്ടുന്ന ഈ ഒരു ഫോർമേഷനാണ് അവരെ യുവജനങ്ങളായി കഴിയുമ്പോൾ ഈ പള്ളിയോട് ചേർന്ന് നിൽക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ഇവിടെ മിഷൻ ലീഗിൽ ആത്മാർത്ഥമായിട്ട് സഹകരിച്ചിരുന്ന ഓരോരുത്തരും അവർ പിന്നീട് സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചെല്ലുമ്പോഴാണ് യുവജനങ്ങളായിട്ട് മാറുമ്പോൾ സമൂഹത്തിന് വേണ്ടി ഒത്തിരിയേറെ സേവനം ചെയ്യുന്ന ആൾക്കാരായിട്ട് തീർന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള കലാകായിക പരിപാടികൾ, ആധ്യാത്മികമായിട്ടുള്ള പരിപാടികൾ ഒക്കെ നമ്മൾ ഈ മിഷൻ ലീഗിലെ കുട്ടികൾക്കായിട്ട് ചെയ്യാറുണ്ട്. നമ്മുടെ ഈ ഇടവക മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ്. ഇതിനെ സഹായിക്കുന്ന ചെറിയ ചെറിയ ഘടകങ്ങളാണ് നമ്മുടെ ഈ ഇടവകയിലുള്ള എല്ലാ തരത്തിലുള്ള സംഘടനകളും. വിൻസെൻ്റ് പോൾ മുതൽ മാതൃവേദി, പിന്നെ KCYM, മിഷൻ ലീഗ്, തിരുബാലസഖ്യം, ഇങ്ങനെ ഉള്ള എല്ലാ സംഘടനകളും ചെറിയ ചെറിയ കൂട്ടായ്മകളിലൂടെ എല്ലാവരെയും ഒരുമിപ്പിക്കുകയും അതുവഴിയായിട്ട് ഒരു പുതിയ കൂട്ടായ്മ നമ്മൾ ബൈബിളിലൊക്കെ വായിച്ച് കേൾക്കുന്ന അപ്പസ്തോല പ്രവർത്തനം വായിച്ച് കേൾക്കുന്നത് പോലെ അവർ ഒരു സമൂഹമായിരുന്നു എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ ഇടവകയ്ക്ക് ആയിത്തീരാനായിട്ട് ഒരു പരിധിവരെ സാധിക്കുന്നുണ്ട്. അതിന് ഈ സംഘടനകൾ ഒത്തിരിയേറെ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് നിസ്തർക്കമായ ഒരു കാര്യമാണ്. നമ്മുടെ ഈ പുറവയിലെ സെൻറ്റ് ജോർജ് ചർച്ചിൻ്റെ കൂട്ടായ്മ ഈ സംഘടനകളുടെ കൂട്ടായ്മയാണ് എന്ന് യാതൊരുവിധ സംശയവും കൂടാതെ പറയാനായിട്ട് സാധിക്കും. നവലോക നിർമ്മിതിക്ക് യുവജനം യേശുവിനോടൊത്ത് എന്ന ആദർശവാക്യം ഉൾക്കൊണ്ട് 1982 തലശ്ശേരി അതിരൂപതയിൽ യുവജന സംഘടന ഔദ്യോഗികമായി നിലവിൽ വന്നു. അതേ വർഷം തന്നെ പുറവേൽ ഇടവകയിലും യുവജന പ്രസ്ഥാനം ആരംഭിക്കുകയും വിവിധങ്ങളായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. ഇടവകയുടെ സർവോന്മുഖമായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഇടവകയിലെ യുവജനങ്ങൾ മുൻപന്തിയിലേക്ക് എത്തി. ആതുര ശുശ്രൂഷ, വനിതാ ദിനം, പരിസ്ഥിതി ദിനം, യുവജന ദിനം തുടങ്ങിയ ദിനാചരണങ്ങൾ നല്ല രീതിയിൽ കൊണ്ടാടുകയും പുറവയിലെ KCYM പ്രവർത്തനങ്ങൾ മുൻപന്തിയിലോട്ട് നയിക്കുകയും ചെയ്തു. ഇപ്പോൾ സംഘടനയിൽ 150ഓളം സ്ഥിരാംഗങ്ങളും 125ഓളം താൽക്കാലിക അംഗങ്ങളുമുണ്ട്. ഞങ്ങളുടെ KCYM സംഘടന നല്ല രീതിയിൽ മുൻപോട്ട് പോകാൻ ഞങ്ങളെ സഹായിച്ച വികാരി അച്ഛൻ, കൊച്ചച്ഛൻ, മതാധ്യാപകർ, ഇടവക അംഗങ്ങൾ എന്നിവർക്ക് നന്ദി പറയുന്നു. ഭാരതമേ നിന്റെ രക്ഷ നിന്റെ സന്താനങ്ങളിൽ എന്ന ആപ്തവാക്യം സ്വീകരിച്ചുകൊണ്ട് കേരളത്തിലും വിവിധ രൂപതകളിലും ചെറുപുഷ്പ മിഷൻ ലീഗ് പ്രവർത്തിക്കുന്നു. സ്നേഹം, ത്യാഗം, സേവനം, സഹനം എന്ന മുദ്രാവാക്യം സ്വീകരിച്ചുകൊണ്ട് 1960 ചെറുപുഷ്പ മിഷൻ ലീഗ് പുറവേലിൽ ആരംഭിച്ചു. ഇടവകയിലെ ഭവന സന്ദർശനം, രോഗി സന്ദർശനം, മിഷൻ രൂപതകളിൽ സഹായം നൽകൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ മിഷൻ ലീഗ്
നിർവഹിക്കുന്നു. 1984 സംസ്ഥാനത്തെ ബെസ്റ്റ് ശാഖയായി പുറവേൽ ഇടവകയെ തിരഞ്ഞെടുത്തതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷവും അതിലേറെ അഭിമാനവുമുണ്ട്. ഇതിന് ഞങ്ങളെ പ്രാപ്തരാക്കിയത് വികാരി അച്ഛനും കൊച്ചച്ഛനും സിസ്റ്റേഴ്സും മതാധ്യാപകരും അടങ്ങിയ ഒരു കൂട്ടായ്മയാണ്. 1984 മാതൃവേദി രൂപീകൃതമായത്. ഇപ്പോൾ 40ഓളം അംഗങ്ങൾ സജീവമായി ഈ മാതൃവേദിയിൽ പ്രവർത്തിക്കുന്നു. എല്ലാ മാസങ്ങളിലും ആദ്യ ശനിയാഴ്ചകളിൽ വൈകുന്നേരം 3 മണിക്ക് അമ്മമാർ എല്ലാവരും പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നു. ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയും സാന്നിധ്യത്തിൽ പ്രസിഡൻറ്റിൻ്റെ അധ്യക്ഷതയിൽ പ്രാർത്ഥനയോടെ യോഗം ചേരുന്നു. യോഗത്തിൽ അച്ഛൻ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഞങ്ങൾക്ക് ക്ലാസ്സുകൾ എടുത്തു തരാറുണ്ട്. ഞങ്ങളുടെ പൊതുവായ പ്രവർത്തനങ്ങൾ ആതുരാലയങ്ങൾ സന്ദർശിക്കുകയും അവരുടെ ആവശ്യങ്ങൾ സഹായിക്കുകയും അവരുടെ തുണികളൊക്കെ അലക്കി കൊടുക്കുകയും അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ, അരി, സോപ്പ് പൊടി, പച്ചക്കറികൾ എന്നിവ അവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഒരു വൈദിക വിദ്യാർത്ഥിയെ പഠിപ്പിക്കുവാനായി അമ്മമാരുടെ നേതൃത്വത്തിൽ 20,000 രൂപ സംഘടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വീടില്ലാതെ കഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് 25,000 രൂപ അമ്മമാരുടെ നേതൃത്വത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഇടവകയിലെ എല്ലാ രോഗികളെയും പ്രായമായവരെയും ഞങ്ങൾ സന്ദർശിക്കുകയും അവരുടെ ആവശ്യങ്ങളിൽ അവരെ സഹായിക്കുകയും ചെയ്യാറുണ്ട്. ഞാൻ 1977 മുതൽ ഇവിടെ സൺഡേ സ്കൂളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മിഷൻ ലീഗിൻ്റെ ഈ ശാഖയിലെ പ്രസിഡൻറ്റും നെല്ലിക്കാമ്പോയിൽ മേഖലയുടെ പ്രസിഡൻറ്റുമാണ്. നെല്ലിക്കാമ്പോയിൽ മേഖലയിൽ 1986 മുതൽ 93 വരെ മേഖലാ പ്രസിഡന്റ് സ്ഥാനത്ത് തന്നെ തുടരുകയായിരുന്നു. ഇപ്പോൾ പുറവയിൽ സൺഡേ സ്കൂളിൽ 37 വർഷം ആയി സൺഡേ സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിട്ട്. ഇവിടെ മിഷൻ ലീഗിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ പുറവയിൽ ശാഖയിൽ മിഷൻ ലീഗ് ആരംഭിച്ചത് 1960-ലാണ്. അതിനുശേഷം ഇന്നോളം നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. സൺഡേ സ്കൂളും മിഷൻ ലീഗും ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. സൺഡേ സ്കൂളിൽ വേറിട്ട് മിഷൻ ലീഗ് പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ സൺഡേ സ്കൂൾ അധ്യാപകരെല്ലാവരും തന്നെ മിഷൻ ലീഗ് നേതൃത്വം നൽകുകയും അവരുടെ നിർദ്ദേശമനുസരിച്ച് മിഷൻ ലീഗ് വളരെ ഭംഗിയായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഞാനൊരു സ്കൂൾ അധ്യാപകനും കൂടിയാണ്. എല്ലാ സമയം എനിക്ക് കിട്ടുന്ന എല്ലാ സമയങ്ങളിലും ഞാൻ മിഷൻ ലീഗിൻ്റെ പ്രവർത്തനങ്ങളിലും സൺഡേ സ്കൂളിലെ പ്രവർത്തനങ്ങളിലും ഇടവകയുടെ എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയത്തക്ക പ്രത്യേക അനുഭവങ്ങളൊന്നും ഇപ്പോൾ ഓർമ്മയിൽ വരുന്നില്ല. എങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഒന്നും ഇവിടെ പറയാൻ സാധിക്കുകയില്ല. ബഹുമാനപ്പെട്ട വികാരി അച്ഛനും അതുപോലെ തന്നെ സൺഡേ സ്കൂളിലെ മറ്റ് എല്ലാ സഹപ്രവർത്തകരും അതുപോലെ കൊച്ചച്ഛനും വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. എനിക്ക് നിർലോഭമായി ലഭിച്ചിട്ടുമുണ്ട്. വിൻസെൻ്റ് പോൾ സൊസൈറ്റി ഇവിടെ സ്ഥാപിതമായത് 1984-ലാണ്. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ രോഗികളായി കഴിയുന്നവർക്ക് ഞങ്ങൾക്ക് ദത്ത് കുടുംബങ്ങളായിട്ട് 5 വീടുകളുണ്ട്. പിന്നെ ദത്ത് വിദ്യാർത്ഥികളുണ്ട്. പിന്നെ ഞങ്ങൾ രോഗികളായി കഴിയുന്നവർക്ക് മരുന്ന് മേടിക്കാൻ സാമ്പത്തിക സഹായം ചെയ്യുക, പിന്നെ വിവാഹ സഹായങ്ങൾ ചെയ്യുക, പിന്നെ വീട് വെച്ച് കൊടുക്കുക, അങ്ങനെയുള്ള എല്ലാ മേഖലയിലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. പിന്നെ ഞങ്ങളുടെ ഇടവക്കാരെല്ലാവരും ഇതിനോട് സഹകരിക്കുന്നുണ്ട്. അച്ഛൻ എല്ലാ കാര്യങ്ങളും മുൻകൈയെടുത്ത് ഞങ്ങളെ സഹായിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്കെല്ലാവരും നല്ല രീതിയിൽ ഞങ്ങൾ വീട് സന്ദർശിക്കുമ്പോഴായാലും എല്ലാവരും നല്ല രീതിയിൽ ഞങ്ങളെ സഹായിക്കുന്നു. ഈ പുറവേൽ യൂണിറ്റിൽ 2004-ലാണ് ക്രെഡിറ്റ് യൂണിയൻ ആരംഭിക്കുന്നത്. ഇന്ന് നിലവിൽ 110 അംഗങ്ങൾ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. സംഘടനയുടെ പ്രവർത്തനങ്ങൾ നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, ലോൺ കൊടുക്കുക, പാവപ്പെട്ടവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുക ഇവയൊക്കെ നടത്തുന്നുണ്ട്. ഇവിടെ ബുക്കുകൾ വിതരണം ചെയ്യുന്നു. സ്കൂളുകളിൽ കുട്ടികൾക്ക് ആവശ്യമായ ബുക്കുകൾ ഏറ്റവും ചുരുങ്ങിയ വിലയിൽ ലാഭം എടുക്കാതെ തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. പാവപ്പെട്ടവരെ സഹായിക്കാൻ വീട് പണിക്ക് വേണ്ടി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുമായി സഹകരിച്ചുകൊണ്ട് പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹം ചെയ്തയക്കുന്നതിന് വേണ്ടി സാമ്പത്തിക സഹായം നൽകുകയും അതുപോലെ തന്നെ വീട് പണിക്ക് ആവശ്യമായ ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും സഹകരണവും ഡയറക്ടർ അച്ഛൻ്റെ പ്രത്യേകമായ സഹകരണവും കൊണ്ടാണ് ഈ സംഘടന നല്ല രീതിയിൽ ഇവിടെ പ്രവർത്തിച്ചു പോരുന്നത്. 1978 മുതൽ ഞാനിവിടെ ദേവാലയ ശുശ്രൂഷയാണ്. എനിക്ക് മുമ്പേ എൻ്റെ അപ്പച്ചനായിരുന്നു ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് മുതലേ കുഞ്ഞുനാൾ മുതലേ ദേവാലയത്തിൽ വരികയും വിശുദ്ധ കുർബാനയ്ക്ക് സംബന്ധിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ആ ഒരു
പ്രചോദനമായിരിക്കാം ഒരുപക്ഷെ ഇത് തുടർന്നുകൊണ്ട് പോകാൻ എനിക്ക് പ്രേരകമായതെന്ന് ഞാൻ വിചാരിക്കുന്നു. അന്ന് ഞാനിവിടെ ജോലിക്ക് ചേരുമ്പോൾ ബഹുമാനപ്പെട്ട കാളക്കുഴി ജോസഫ് അച്ഛനാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ശേഷം ഇന്ന് വരെ 10 വൈദികരുടെ കീഴിൽ ജോലി ചെയ്തിട്ടുണ്ട്. എല്ലാവരുമായിട്ടും നല്ല ബന്ധത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദേവാലയ ശുശ്രൂഷ രംഗത്ത് ആദ്യകാലങ്ങളിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും വളരെ നല്ല എല്ലാ ഭാഗത്തു നിന്നും എനിക്ക് നല്ല പ്രചോദനം കിട്ടിയിട്ടുണ്ട്. ആ ഒരു വെളിച്ചത്തിൽ ഞാൻ കുറേ കൂടെ ശക്തി പ്രാപിച്ച് ദൈവാനുഗ്രഹത്താൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 38 വർഷമായിട്ട് പുറവയിൽ ഇടവകയിൽ മതാധ്യാപന രംഗത്ത് പ്രവർത്തിച്ചു വരുന്നു. മിഷൻ ലീഗ്, മറ്റ് സംഘടനകൾ, ഈ ഇടവകയുടെ കമ്മിറ്റികളിലുമൊക്കെ ഇപ്പോഴും സജീവമായിട്ട് പ്രവർത്തിക്കാൻ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അന്നത്തെ കാലത്ത് നാടകങ്ങളൊക്കെ സംഘടിപ്പിക്കുക, വാർഷികത്തോടനുബന്ധിച്ച കുട്ടികളോടൊപ്പം നാടകങ്ങൾ അധ്യാപകരും ഒക്കെ ആയിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മതാധ്യാപന രംഗത്ത് അധ്യാപന രംഗം മാത്രമല്ല, വാർഷിക അവസരങ്ങളെല്ലാം വരുമ്പോൾ തങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അത് പ്രാവർത്തികമാക്കുവാൻ രംഗത്ത് കാണിക്കുവാനുള്ള ഭാഗ്യം പല കഥാപാത്രങ്ങളെയും, ബൈബിൾ കഥാപാത്രങ്ങളെയും അവതരിപ്പിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. സാമൂഹ്യ രംഗങ്ങളിലും നാടകങ്ങളിലുമൊക്കെ ഇങ്ങനെ ഭാഗ്യം ലഭിച്ച് പ്രവർത്തിച്ചു വരുന്നു. നല്ല രീതിയിൽ ജീവിച്ചു പോകണമെന്നുള്ള ഒരു ചിന്താബോധവും അതിനുള്ള പ്രവർത്തനവും ഒക്കെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്, എനിക്ക് സാധിക്കുന്നുണ്ട്. ധാരാളം കുട്ടികളുമായിട്ട് 71 മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്നിപ്പോൾ കാണുമ്പോൾ പല സ്ഥലങ്ങളിലും വെച്ച് കണ്ടുമുട്ടുന്ന അനേകം വിദ്യാർത്ഥികൾ, സുഹൃത്തുക്കളെ കാണാൻ പറ്റുന്നുണ്ട്. അവർ പല രംഗത്തും ജോലി ചെയ്യുന്നവർ, പല മേഖലകളിൽ വൈദികരായിട്ടും സിസ്റ്റേഴ്സായിട്ടും ഒക്കെ പ്രവർത്തിക്കുന്നവരൊക്കെ ധാരാളം കണ്ടെത്താൻ കഴിയുന്നുണ്ട്. ഞാൻ കൂടുതൽ മറ്റ് ഒരു സാമ്പത്തിക രംഗത്തോ അല്ലെങ്കിൽ മറ്റു ഉയർന്ന നിലയിലൊന്നും എനിക്ക് പോകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഒരു സാധാരണ രീതിയിൽ പോകുന്ന ഒരു കർഷകനാണ്. ഇപ്പോൾ ഈ സമയത്ത് ഇവിടെ ഓടിയെത്തിയത് തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ടുകൊണ്ട് പണിക്ക് പോയി വെച്ചിട്ട് വരുന്ന രംഗമാണ്. അതാണ് ഇത്തരം വൈകാൻ കാരണം. അതിലെല്ലാം സംതൃപ്തനായിട്ട് കഴിഞ്ഞു പോവുകയാണ്. 4 മക്കളുണ്ട്. 4 മക്കളെയും കെട്ടിച്ചൊക്കെ വിട്ടു. കുടുംബം ഉണ്ടായിരുന്ന അടുത്ത കാലം വരെ എനിക്ക് മതവാദന എല്ലാ ഞായറാഴ്ചകളിലും പോരാൻ വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളൊക്കെ ഒരുക്കി തന്നിരുന്ന ഭാര്യ ഇന്നിപ്പോൾ എന്നോടില്ല. 2 വർഷമാകാൻ പോകുന്ന ഭാര്യ മരിച്ചു പോയിട്ട്. എങ്കിൽ പോലും അതിനുശേഷവും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മനപ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതെല്ലാം സഹിച്ചുകൊണ്ടും അല്ലെങ്കിൽ എല്ലാം തമ്പുരാൻ്റെ ഒരു പദ്ധതിയാണെന്നുള്ള വിചാരത്തോടു കൂടിയിട്ട് ഈ രംഗത്ത് ഞാൻ ഇന്നും തുടർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ദൈവം തന്നിരിക്കുന്ന ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. നിറയും നൻ മനമിന്നു നന്ദിയാൽ നാഥാ, നീ തന്ന ദാനങ്ങൾ ഓർത്തിടുമ്പോൾ. നിറയും നൻ മനമിന്നു നന്ദിയാൽ നാഥാ, നീ തന്ന ദാനങ്ങൾ ഓർത്തിടുമ്പോൾ. വിടരുന്ന പൂവിനാൽ നിറയുന്ന താലമായി നന്ദിയോടെൻ മനം നൽകിടുന്നു. മനമിന്നു നന്ദിയാൽ നാഥാ, നീ തന്ന ദാനങ്ങൾ ഓർത്തിടുമ്പോൾ. വിടരുന്ന പൂവിനാൽ നിറയുന്ന താരമായി നന്ദിയോടെ മനം നൽകിടുന്നു. ഞാൻ വന്ന വഴികളിൽ നീ കാവലാ, എന്റെ ദുഃഖങ്ങളിൽ നീ ശാന്തിയാ. ഞാൻ വന്ന വഴികളിൽ നീ കാവലാ, എന്റെ ദുഃഖങ്ങളിൽ നീ ശാന്തിയാ. എന്റെ മോഹങ്ങളിൽ നീ പങ്കുചേർന്നു, എൻ മനം നന്ദിയാൽ നിൻ സ്തുതി പാടുന്നു. മനമിന്നു നന്ദിയാൽ നാഥാ, നീ തന്ന ദാനങ്ങൾ ഓർത്തിടുമ്പോൾ. വിടരുന്ന പൂവിനാൽ നിറയുന്ന താലമായി നന്ദിയോടെ മനം നൽകിടുന്നു. പിരിയാതെ നിത്യവും കൂട്ടായിരിക്കുവാൻ നിൻ വചനങ്ങളിൽ സാന്ത്വനം നേടുവാൻ.
നിറയുന്നൻ മനമിന്നു നന്ദിയാൽ നാഥ നീ തന്ന ദാനങ്ങൾ ഓർത്തിടുമ്പോൾ. നിറയുന്നൻ മനമിന്നു നന്ദിയാൽ നാഥ നീ തന്ന ദാനങ്ങൾ ഓർത്തിടുമ്പോൾ. വിടരുന്ന പൂവിനാൽ നിറയുന്ന താലമായി നന്ദിയോടെൻ മനം നൽകിടുന്നു. വിടരുന്ന പൂവിനാൽ നിറയുന്ന താലമായി നന്ദിയോടെൻ മനം നൽകിടുന്നു. നിറയുന്നൻ മനമിന്നു നന്ദിയാൽ നാഥ നീ തന്ന ദാനങ്ങൾ ഓർത്തിടുമ്പോൾ. വിടരുന്ന പൂവിനാൽ നിറയുന്ന താലമായി നന്ദിയോടെൻ മനം നൽകിടുന്നു. തേന്മഴയായെത്തും വിണ്ണിന്റെ കാരുണ്യം മണ്ണിനെന്താശ്വാസം നൽകിടുന്നു. കുരിശിലെന്നൊരു നാൾ കൈകൾ വിരിച്ച് വരികയെന്നരികെ നീ വിളിച്ചു. സ്നേഹമേ എന്നെ തേടി തേടി വന്ന എന്നിടയൻ എൻ്റെ നാഥൻ എന്നെ നേടി സ്വന്തമായി. സ്നേഹമേ എന്നെ